ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ക്ലബ്ബായ അത്ലറ്റിക്കോ പാരനൈൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയതോടുകൂടിയാണ് വിറ്റോർ റോക്ക് എന്ന യുവ താരം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് FC ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ അദ്ദേഹത്തെ ബാഴ്സയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ബാഴ്സയിൽ പിന്നീട് വേണ്ടത്ര അവസരങ്ങൾ റോക്കിന് ലഭിച്ചില്ല. കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. നമുക്കറിയാം, ബാഴ്സലോണയ്ക്ക് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ച താരം 2 ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. ഹാൻസി ഫ്ലിക്കിന്റെ പ്ലാനുകളിൽ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ റോക്കിന് ബാഴ്സ വിടേണ്ടി വന്നു. പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ റയൽ ബെറ്റിസിന് വേണ്ടി അദ്ദേഹം കളിച്ചു. അവിടെയും പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല. 33 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളാണ് ലോണിൽ അദ്ദേഹം റയൽ ബെറ്റിസിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നീട് വിറ്റോർ റോക്ക് ബ്രസീലിലേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. അതായത് ബ്രസീലിയൻ വമ്പന്മാരായ പാൽമിറാസ് അദ്ദേഹത്തെ സ്വന്തമാക്കി. എൻട്രിക്ക് പോയ സ്ഥാനത്തേക്കായിരുന്നു പാൽമിറാസ് ഈ വിറ്റോർ റോക്കിനെ കൊണ്ടുവന്നത്. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയർ താഴേക്ക് പോകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് പാൽമിറാസിന് വേണ്ടി ആകെ 24 മത്സരങ്ങൾ കളിച്ച റോക്കിന് കേവലം 3 ഗോളുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ അസിസ്റ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാൽമിറാസ് മികച്ച പ്രകടനമാണ് നടത്തിയത്. പക്ഷെ റോക്കിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ ഗോളിൽ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ FC ബാഴ്സലോണയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് തൻ്റെ ആ ഒരു യഥാർത്ഥ മികവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബാഴ്സയിലും റയൽ ബെറ്റിസിലും പാൽമിറാസിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരു തവണ ഇടം നേടാൻ റോക്കിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മികവ് കുറഞ്ഞതോടുകൂടി ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.